സൈനുബാ ഇത്തിരി വെള്ളം കൊണ്ടോ. അല്ല പോയേക്ക നിങ്ങളോട് വരുമ്പോ ഞാൻ പച്ചക്കറി കുറച്ച് മുട്ടൊക്കെ വാങ്ങിട്ട് വരാൻ പറഞ്ഞിട്ടില്ലേനോ? അന്നും കൊണ്ടുവന്നിട്ടില്ല നിങ്ങള്? കടയിലാണെങ്കിൽ നല്ല തിരക്കാണ്. അതൊന്നും മാസാവസാനല്ലേ ഈ കിട്ടിയ ശമ്പളം മുഴുവനും പാലിനും കറണ്ട് ബില്ലിനും ഒക്കെ കൊടുത്തിട്ട് തന്നെ തീർന്നിക്കണേ. പിന്നെ ഞാനാണെങ്കിൽ വർക്കും ചെയ്തിരിക്കണേ. ആ തുടങ്ങി. എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ അപ്പം ഇങ്ങോട്ട് നിരത്തിക്കോളും കുറെ ചെലവിന്റെ കാര്യങ്ങള്. ഇതൊന്നും ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി പറയായിരിക്കും. ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ശരിക്കും എന്താ ഇവിടെ പണിയുള്ളത്? രാവിലെ അങ്ങോട്ട് പോയിട്ട് ആ കടയിൽ ഇങ്ങനെ കുത്തിരിക്കണം, എന്നിട്ട് ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കണം. എന്നിട്ടില്ല പണി ഇവിടെ വന്നാൽ നേരത്തെ മുട്ടിമുട്ടിലുള്ള തിന്നാനും ബാക്കിയുള്ളതൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്. മനുഷ്യരുടെ എന്തെല്ലാം പണികളുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ അതോട് വാങ്ങും ചെയ്യരുത് നിങ്ങള്. ഇന്ന സൈനബ ഞാൻ മറന്നു പോയോണ്ടല്ലേ അനക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ എന്താ? മറക്കാണ്ടിരിക്കാൻ നിങ്ങളെ തലയിൽ കൂടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണല്ലോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതും കൂടി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അല്ലെങ്കിൽ തന്നെ രാവിലെ നീച്ച് രാത്രി വരെ ഈ പെരണ്ടുള്ളിൽ തീർത്താ പണികളാണുള്ളത്. അതിന്റെ ഇടയിൽ കൂടി ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. നേരം കയറി വരുമ്പോ വെട്ടി വെട്ടി മുളുങ്ങുന്നുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ ഒരു പേനയും ബുക്കും എടുത്ത് അങ്ങോട്ട് ഇരുന്നാ മതി. ആ ചന്തി ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്താൽ എന്ത് പോയാ നിങ്ങക്ക്? സൈനബ ഇത് സാധനം വാങ്ങാനുള്ള കണക്കാണ്. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ല എന്നെ പോലെ. ഓഹോ അപ്പൊ ഞാനിവിടെ വെറുതെ ഇരിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ കണ്ട തലമുറ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ആണെന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്യരുത്. രാവിലെ പണിയില്ലാതെ ബുക്ക് കടിപ്പിച്ചാൽ ചോദിച്ചാൽ പറയാൻ കാര്യം കണക്കെടുക്കാണ് പൈസ കണക്കില്ല പണിയൊന്നുമില്ലേ? ഒരു ഗ്ലാസ് വെള്ളല്ലേ ചോദിക്കാണ്ട് കൊണ്ടുവന്നേരും. പക്ഷെ എല്ലാം അത് ഓക്കെ. പക്ഷെ ഇനിയമ്മയുടെ 5000 റുപ്യ അപ്പൊ എവിടെ നടക്കുക? ഇവളാണെങ്കിൽ ഇഷ്ടം ഓരോ സാധനം കിട്ട് വാങ്ങി വെച്ചോളൂ. ഇതൊക്കെ ഞാൻ ആരോടെ ചോദിക്കുക? കോയാക്ക നമ്മുടെ റസ്യാന്റെ മോളെ കല്യാണമാണല്ലോ അടുത്ത ആഴ്ച വരുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇവിടെ അല്ലാതെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ EMI എവിടെ നടക്കുന്ന ആലോചിച്ചിരിക്കണം ഞാന്. അപ്പോഴാണ് റസ്യന്റെ കല്യാണം. ഒരു 10,000 എടുത്ത് കൊടുത്താ പോരെ. നീ കൊറേ സാധനങ്ങൾ വാങ്ങി പോവായിക്കാം. 10,000? ഓളിന്റെ മൂത്തമ്മാന്റെ മോളാണ്. എത്ര അടുത്ത ബന്ധാന്നറിയോ? ഒരു അരപ്പാവനെങ്കിലും കൊടുക്കണം. അല്ലാതെ 10,000 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരടുത്ത് ഞാനാണ് നാണം കെടുക. അരപ്പവനോ? പിന്നെ ഇതോടൊന്ന് മരത്തിൽ നിങ്ങൾ എടുത്ത് പറിക്കല്ല. ഒന്ന് പോയിക്കോ അവിടുന്ന്. അരപ്പവന് അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരെ കാര്യം വരുമ്പോ എപ്പോഴുള്ളതാണ് നിങ്ങൾക്ക് ഈ ചൊറിഞ്ഞ സ്വഭാവം. അപ്പോഴും നേരത്തിക്കോളും കുറെ കറത്തിന്റെ EMI കണക്കൊക്കെ. സാധനങ്ങൾ വാങ്ങിയിട്ടെന്താ? അപ്പൊ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, മാസം അടിച്ചാ പോരെ. അല്ലെങ്കിൽ എന്റെ അമ്മ അന്നേ എന്നോട് പറഞ്ഞതാണ് വല്ല പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പെരയിൽ വില ഉണ്ടാവുള്ളൂ, കുറച്ച് പൈസ കയ്യിൽ വേണം പെൺകുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അന്ന് എനിക്ക് അതിന്റെ വില മനസ്സിലായില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു എന്തോ ഒരു വുമൺ ആവേണ്ടതായിരുന്നു. നിങ്ങൾ ചെലവിൽ ജീവിക്കുന്നോണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര അഹങ്കാരം? ഇൻഡിപെൻഡന്റ് വുമൺ ആയിരിക്കും. സൈനബ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാ തരാത്തത്. അല്ലാണ്ട് കടത്തിന്റെയും ഇതിന്റെ ഒക്കെ പറയുന്നത് വെറുതെ അല്ല. കല്യാണത്തിന് പോണില്ല ഇവിടുന്ന്. സന്തോഷമായില്ല നിങ്ങൾക്ക്? ഒരു പണി വല്ലതും ഉണ്ടായെങ്കിൽ സമാധാനമായേ. ആരും കാലിന്റെ അടിയിൽ ജീവിക്കണ്ടല്ലോ. പറച്ചിലും പോക്കെ കണ്ട് MBBS ജയിച്ചിട്ട് പോയ പോലെ. 10ാം ക്ലാസ് തോറ്റതല്ലേ. സൈനവ അനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. സന്തോഷ വാർത്തേ? എന്തിയെ? നിങ്ങളെ കട എല്ലാം വീടി തീർന്നോ? എന്റെ കടൊന്നും തീർന്നിട്ടില്ല. പക്ഷെ ഇന്റെ കട അന്റെ പേർക്കാക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ പേർക്കോ? അത് എത്ര സ്നേഹം ഉണ്ടായിരുന്നു കോയാക്കിന്റെ അടുത്ത്? സ്നേഹം കൊണ്ടല്ല, ഇത്രയും കഷ്ടമല്ലേ ഈ പെരയത്തെ പണിയൊക്കെ ഞാൻ എടുത്തോളാം. ഇനി ആ ചൊറിയും കുത്തിരിക്കുന്ന ഇന്റെ പണി ഈ എടുത്തോ. ഈ 1 മാസം ഇന്റെ കടയിൽ നോക്കിയാ ഇന്റെ കട എന്റെ പേർക്ക് നേട്ടെ. ഈ പെരയത്തെ പണിയൊക്കെ ഞാൻ നോക്കിക്കോളാം. രാവിലത്തെ ചോറും കറിയും ഒക്കെ ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇനി ആ കടയത്തെ പണിയൊക്കെ നീ എടുത്താ മതി. ഇനി ഓരോ മാസം ആകുമ്പോ ചെലവിന്റെ ഒക്കെ ഈ നോക്കിയാ മതി. ഓക്കെ? അത് പിന്നെ അത് വേണോ? വേണം. ഇന്റെ പെണ്ണുങ്ങളെ കഷ്ടപ്പെടണം എനിക്ക് ഇഷ്ടേയില്ല. എന്തായാലും ഞാൻ ഈച്ചാട്ടുന്നല്ലേ. ഈയും പോയിട്ട് ഈച്ചാട്ടിക്കൊന്നേ. ഈ പെരയത്തെ എല്ലാ പണി ഞാൻ എടുത്തോളാം. അതിനെപ്പറ്റി ഈ ബേജാറാവേ വേണ്ട കേട്ടോ. അതെ, നിങ്ങൾ ചെയ്യണ പണി ഇത്ര വലിയ മാല മറിക്കണ പണിയൊന്നും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിച്ച് കാണിച്ചുതരാം. 1 മാസം ഇവിടുത്തെ എല്ലാ ചെലവും ഞാൻ നടത്തി കാണിച്ചിട്ട് നിങ്ങൾ ആ കട എന്റെ പേരിലാക്കി എടുക്കും. നിങ്ങൾ ഇവിടുത്തെ പണിയൊക്കെ എടുത്ത് കുറച്ച് കഷ്ടപ്പെടണത് ഞാൻ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ പണിക്ക് കഷ്ടപ്പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ അല്ല പറഞ്ഞത് കടയിൽ ഒരു പണിയില്ല, ഈച്ചെങ്ങനെ ആട്ടുകയാണെന്ന്. 1 മാസം കഴിയുമ്പോ എന്നോട് വന്ന് പറഞ്ഞോളൂ. ഞാൻ അങ്ങോട്ട് പറയേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ഞാൻ നോക്കി കാണിച്ചു തരാലോ നിങ്ങക്ക്. സൈനബാ, ഇതിലെ പച്ചക്കറിയൊക്കെ ഒന്ന് വൈകുന്നേരം വരുമ്പോ വാങ്ങിച്ചു തരണേ. എന്താ
ഇതെന്താണ് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ എഴുതി തന്നിക്കാണ്. ഇത്ര സോന സാധനമൊക്കെ എന്തിനാണ്? ഇത് ഒരു മാസത്തിനുള്ളതല്ല, ഇത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതൊക്കെ തീരും. ഞാൻ നിങ്ങൾക്ക് ഇത്ര വലിയ ലിസ്റ്റ് ഒന്നും എഴുതി തരലില്ലല്ലോ. പറയണ്ടേ ഇച്ചിരി ഓവർ ആക്കാൻ നിൽക്കരുത്. ഏയ് ഈ തരല്ലേ ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. കൊയക പിന്നെ വരുമ്പോഴേ ഉള്ളിയും തക്കാളിയും മുട്ടിയും പിന്നെ പച്ചമുളകും പിന്നെ തൈരും വരുമ്പോ കൊണ്ടുവരാൻ മറക്കണ്ട കേട്ടോ. ആ ശരി, ഞാൻ വരുമ്പോ വാങ്ങിത്തരാം. കൊയക്ക പിന്നെ ഉണ്ടല്ലോ സാമ്പാർ കഷ്ണം വാങ്ങാനായിട്ട് മറക്കണ്ട. പിന്നെ കുറച്ച് പാലും വാങ്ങിക്കോ. ഉപ്പ് തീരാനായി എന്നാ തോന്നണം. ഒരു പാക്കറ്റ് ഉപ്പും കൂടി വാങ്ങിക്കളാ. പിന്നെ വാങ്ങണ സ്ഥിതിക്ക് എന്തായാലും ഒരു 2 കിലോ പഞ്ചസാരയും കൂടി വാങ്ങിക്കോളൂ. ശരി. അല്ല 2-3 സാധനം കൂടി വാങ്ങാൻ പറയാൻ മറന്നല്ലോ. കൊയാക്ക പോണു. കൊയാക്ക പിന്നുണ്ടല്ലോ തേങ്ങ പറയാൻ മറന്നുപോയി. തേങ്ങ വേണം. പിന്നെ കുറച്ച് സേമിയവും ഇച്ചിരി കടുക് ഉരുവിയും കൂടി കൊണ്ടുവന്നോളി കേട്ടോ. പിന്നെ 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 വെക്കില്ലേ മുളക് പൊടി വേണം. മഞ്ഞപ്പൊടി കഴിയാനായിക്കണം, അതും കുറച്ച്. ഇത്തിരി ചിക്കൻ മസാലയും മീൻ മസാലയും. എന്തായാലും മീൻ മസാല വാങ്ങില്ലേ, വരുമ്പോ കുറച്ച് മീനും കൂടി വാങ്ങിക്കോളി. ആയിക്കോട്ടെ. കോഴി നിന്നിട്ടേ കുറച്ച് ദിവസം ഇതാ കുറച്ച് കോഴി കൂടി വാങ്ങിക്കോളി. ശരി. ഇന്നാലെ കണക്കാണ്ട് ശരിയാവണില്ലല്ലോ. ഈ കോയാക്കത് എവിടെ പോയി കിടക്കുക? കോയാക്ക കോയാക്ക ആഹാ ഈ വന്നോ? ഞാൻ നല്ല ചൂടുള്ള പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എനിക്കിവിടെ കണക്ക് തീരെ ശരിയാവാണ്ട് നിൽക്കുന്ന നേരത്തെ ചൂട് പായസം ചായ എന്നൊക്കെ പറഞ്ഞു നിന്റെ സ്വഭാവം മാറൂട്ടോ. കോയാക്ക എന്നാലും ഉണ്ടല്ലോ എത്ര നോക്കി ഞങ്ങൾ ശരിയാവണില്ല. ഓഹോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചൂട് പായസത്തിന് കുറ്റം പറയാല്ലേ? ഞാൻ എത്ര നേരം കൊണ്ട് ഉണ്ടാക്കിയതാ പറയും. എടാ ഈ പെരേത്തെ പണിയൊക്കെ എടുത്ത് ഞാൻ പറ്റ ക്ഷീണിച്ചിക്കണേ. ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. ആ കടയിൽ പോയിട്ട് അവിടെ ഇരിക്കുന്നിട്ട് കൊറേ ഈച്ചനെ അങ്ങോട്ടാക്കും. പിന്നെ ഇവിടേക്ക് വന്നാലോ ഒരു ബുക്ക് കൊടുത്തിട്ട് അവിടെ ഇരിക്കും, ഒരു പേനയും പിടിച്ചിട്ട് എന്തൊക്കെയോ പറയാറുണ്ട്. കൊയാക്ക ഒരു ഗ്ലാസ് വെള്ളം കടിക്കണേ. ഒരു ഈച്ചിനാട്ടിയപ്പോഴോട് ഇരിക്കാനായോ? സാധനങ്ങളൊക്കെ എവിടെ? എന്റെ കോയൊക്കെ കടയിൽ തന്നത് പണിക്കാരന് ലീവ് ഇനി ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചെടുത്ത് നാട്ടു വേദന ആവുന്നുണ്ട്. കടയിൽ ഒരാൾ ലീവ് ആവുമ്പോഴാണ് ഒരു 4 സാധനം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിരിക്കണത്. അതിനാണ് ഇത്രയും ഷോ ഇറക്കണത്. അതൊക്കെ പോട്ടെ. പിന്നല്ലേ അടുത്ത ആഴ്ചന്റെ കൂട്ടുകാരന്റെ കല്യാണമാണ്. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഡ്രസ് കോഡാണ് എടുക്കുന്നത്. അപ്പൊ അതിനൊരു പൈസ വേണം. ഡ്രസ് കോഡോ? മുണ്ടാ പോയിക്കോളി അവിടുന്ന്. അല്ലാണ്ട് മനുഷ്യനോടെ നടു ഒടിഞ്ഞ് മാസാവസാനായിട്ട് വേണം ആ ചെറുക്കിന് കൂലിയൊക്കെ കൊടുക്കാനായിട്ട്. ഡ്രസ് കോഡും വേണം. അൽമാര എന്തെല്ലാം കുറെ ഡ്രസ്സുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടി നിങ്ങൾ കുറച്ച് ഡ്രസ്സ് വാങ്ങിയത്. അതിലേതെങ്കിലും കിട്ടുന്നത് പോയാൽ മതി. അതൊന്നും പറ്റൂല. എല്ലാരും മഞ്ഞയില് പച്ചപ്പുള്ളിയുള്ള ഡ്രസ്സാണ്. എനിക്ക് അതന്നെയാണ്. മഞ്ഞയില് പച്ചപ്പുള്ളി കോയക്കങ്ങ് കഴിഞ്ഞ പ്രാവശ്യം ആ മലബാറിന്റെ അവിടെ ചെന്നപ്പോ ഒരു ടീഷർട്ട് എടുത്തിരുന്നു മഞ്ഞ കളറ്. ആണ് എടുത്തിട്ടേ ഞാൻ കുറച്ച് പച്ച കളർ പെയിന്റ് അടിച്ചതായി. എനിക്കതൊന്നും പറ്റൂല. ഞങ്ങളൊക്കെ വാങ്ങണത് നല്ല ബ്രാൻഡഡ് ഷർട്ടാണ്. എനിക്കും അതന്നെ വേണം. പിന്നെ ഈ ഷർട്ട് മാത്രം പോരാ, വാച്ച് വേണം, ചെരുപ്പ് വേണം, അങ്ങനെ കുറെ സാധനം വാങ്ങാനുണ്ട്. ഇതിനൊക്കെ പൈസ അങ്ങോട്ട് ഏറി. ഫ്രണ്ട്സിന്റെ മുന്നിൽ അഭിമാനം പോകുന്നു, നാട്ടുകാരുടെ മുന്നിലും പോകും. പൈസ അങ്ങോട്ട് ഏറി എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലൊന്നുമില്ല, പൈസയാണ്. ഷർട്ടൊന്നും വാങ്ങണ്ട പോയാക്കോ. അല്ലെങ്കിൽ ഇതിന്റെ പൈസ ഇല്ല. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അറിയോ? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തീരും. ഓ എനക്കിപ്പോ വെള്ളമല്ല മുഖ്യം. അല്ലെങ്കിൽ എനിക്കാര് എന്റെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ വരുമ്പോ അതിനൊന്നും ഈ പൈസ തരാറില്ല. അതിൽ എനക്ക് എന്റെ കുടുംബക്കാരല്ലേ മതി. ഹൈഷ്, കുടുംബക്കാരും കൂട്ടുകാരും അഭിമാന പ്രശ്നം കൊണ്ട് അല്ല പോയാക്ക. ഇപ്പൊ ഇതിനൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ സാധനങ്ങൾ എടുക്കണമെങ്കിൽ എത്രങ്ങാനും പൈസ വേണ്ടി വരൂ. ഓ ഇപ്പൊ പോയി കണക്കും പറയാൻ തുടങ്ങി. കണക്ക പറഞ്ഞതല്ല മനുഷ്യ. കൊണ്ട് കുടുങ്ങിയല്ലോ. അധ്വാനിച്ച് കൊണ്ടുവരണേന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബ്രാൻഡഡ് പച്ചയും മഞ്ഞ ഷർട്ടൊക്കെ എടുക്കുക. എന്തത്? എന്താണ് കോയാക്ക? ആകെ കിട്ടുന്ന ലീവ് ദിവസമാണെന്ന് വെറുതെ ഇരിക്കാൻ പറ്റും മനുഷ്യർക്ക്. അല്ല ഈ പെരന്റെ വാടക കൊടുത്തോ? പിന്നെ പാലിന്റെ പൈസ കൊടുത്തോ? പിന്നെ കറണ്ട് ബില്ല്
ആ ഞാൻ വാടകയും കൊടുത്തിക്കണ്, കറണ്ട് ബില്ലും അടിച്ചിക്കണ്, പാലിന്റെയും പച്ചക്കറി കടയിലുള്ള എല്ലാ പൈസയും ഞാൻ കൊടുത്ത് തീർത്തിക്കണ്. ഇതൊന്നും ഇത്ര വലിയ ഭാരിച്ച പണിയൊന്നും അല്ല എന്റെ കോയാക്ക. നിങ്ങൾ ഇത്ര ഇങ്ങനെ മല മറിച്ച് ഒച്ചടണ്ട ഒരാവശ്യമില്ല. അല്ല കഴിഞ്ഞിട്ടില്ല സൈനബ, ഇനിയും ഉണ്ട്. കുടുംബശ്രീയിൽ 500 രൂപ കൊടുക്കണ്ട്. പിന്നെ ഇന്റെ കുട്ടിക്ക് വേണം ഇത്തിരി പൈസ ഇടാൻ. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കൈ നീട്ടാൻ പറ്റില്ലല്ലോ, അത് എന്റെ കയ്യിൽ വെക്കാൻ ഇത്തിരി പൈസ വേണം. അല്ല നിങ്ങൾക്ക് കയ്യിൽ വെക്കാൻ എന്തിനാ പൈസ? പച്ചക്കറിയും പാലും എല്ലാം വാങ്ങുന്നത് എല്ലാത്തിനും പൈസ കൊടുക്കണം ഞാനല്ലേ. പിന്നെ ഇനി വേറെ ചെലവ് നിങ്ങൾക്ക് പോരാത്തിന് നിങ്ങൾക്ക് ഡ്രസ്സും ഷൂവും വാങ്ങണമെങ്കിൽ അതിനും ഉണ്ടായിരുന്ന പൈസ വാങ്ങണത്. പിന്നെ നിങ്ങൾ കയ്യിൽ വെക്കാൻ എന്തിനാ പൈസ? അതൊന്നും പറ്റൂല. അപ്പുറത്തെ കുളിച്ചുവിന്റെ കെട്ടിയോ വന്നിട്ട് ചോദിച്ചിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ നാണം കെടൂലേ. പിന്നെ ഓൻ എല്ലായിടത്തും പറഞ്ഞ് നമുക്ക് അഭിമാനക്കേടാണ്, അതൊന്നും പറ്റൂല. EMI എല്ലാം അടിച്ചിക്കണി. നിന്റെ കയ്യിൽ ആകെ ഒരു കാലിച്ചായ കുടിക്കാൻ ഒരു 100 റുപ്യ തികച്ചെടുക്കാനില്ല. കടം വാങ്ങി ഇനിയും വീട്ടാലോ ചെയ്യണപ്പാ. അതല്ല, കുളിച്ചൂന്റെ അവിടെ അല്ലേ 2 ഡോറിന്റെ ഫ്രിഡ്ജ് ഉള്ളത്. നമ്മളിവിടെ ആകണമെങ്കിൽ 1 ഡോറിലെ ഫ്രിഡ്ജേ ഉള്ളൂ. അത് നമുക്ക് വിറ്റിട്ട് ആ പൈസ കൂട്ടിട്ട് EMI-നും ഇത്തിരി പൈസ വാങ്ങിട്ട് നമുക്ക് 2 ഡോറിലെ ഫ്രിഡ്ജ് വാങ്ങാം. എന്തിന്? ഇവിടെ ഉള്ള EMI അടച്ചു തീർന്നിട്ടില്ല. അപ്പൊ ഇതിന് അടുത്ത ഫ്രിഡ്ജ് ഒക്കെ വാങ്ങണേ. പിന്നെ ഫ്രിഡ്ജേ സാധനങ്ങൾ നാശാവാതിരിക്കാൻ വെക്കാനുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ അപ്പുറത്തെ വരെ 2-3 ഡോറിന്റെ കണ്ടു എന്നിട്ട് വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ നിങ്ങളെ പോലെ ആകുണ്ടോ എന്നൊരു സംശയം പോയാക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ? മീൻ ചട്ടിയിരിക്കുന്ന പോലെ തന്നെ കഷ്ടപ്പാടുണ്ട് മീൻ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും. പോയാക്ക ഞാൻ ഇവിടുത്തെ പണികളൊക്കെ തന്നെ എടുത്തോളാം. എനിക്ക് കട നിങ്ങൾ എഴുതി തിരിയൊന്നും വേണ്ട. നിങ്ങളെ വെത്തന്നെ വെച്ചിട്ട് നിങ്ങൾ തന്നെ നോക്കിക്കോളി. വാണ്ട സീനപ്പ, ഇവിടെ ഈ വെച്ചൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന സുഖം ആ കടയിൽ പോയാൽ കിട്ടൂല. അവിടെ നാട്ടുകാരെ ഇത് നോക്കണം, നാട്ടുകാരെ ചീത്തി കേൾക്കണം, ഒക്കെ ഞാൻ കേൾക്കണം. ഇവിടെ ആകുമ്പോ ഈ പെരയത്തത് മാത്രം നോക്കിയാൽ മതി. ഞാൻ രാജകുമാരനെ പോലെ വളരും. വേണ്ട പോയാക്ക, ഇന്നെ കൊണ്ട് താവണില്ല. ഇതൊന്നും കൂട്ടിയോ കൂടണില്ല എന്നെ കൊണ്ട്. ആലോചിച്ചിട്ട് എനിക്ക് എന്റെ തലക്ക് ഭ്രാന്തളക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇന്നലെ ഞാൻ ആ കട എന്റെ പേർക്ക് എഴുതി. ഇനി ഈ എന്റെ കടയും കൂടി എന്റെ പോയിക്കോ. എന്തായാലേ അടുത്ത മാസം കല്യാണാണ്. അപ്പൊ അതിന് ഞങ്ങൾ ഡ്രസ് കോഡിന് ഇടണേ. ഞാൻ പോയിട്ട് തയ്ച്ചിട്ട് വാങ്ങട്ടെ. പിന്നെ പൈസ ഇടാൻ മറക്കരുത് കേട്ടോ. ഗൂഗിൾ പേ ഇട്ടാ മതിയേ. मेरे प्यारे दिल वाले दुल्हनिया ले जा राजा बिंदु नी अल्ले रानी को ले जा।